ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. ഇന്ന് കിച്ചൺ കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ട് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കണം. ഞാനിവിടെ ഒരു ഓയിൽ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിവിടെ ആദ്യം തന്നെ ആ ഓയിൽ ബോട്ടിലോട്ട് ഹാൻഡ് വാഷാണ് കുറച്ച് ഒഴിക്കുന്നത്. ഏത് തരം ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല. ഞാൻ സാവ്ലോൻ്റെ ഡീപ്പ് ക്ലീൻ ഹാൻഡ് വാഷാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിന് ശേഷം നമ്മുടെ ഡിറ്റർജൻറ്റ് ലിക്വിഡും കൂടി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. നമുക്കിതിലോട്ട് സാധാ നോർമൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുലുക്കിയെടുക്കണം. ഈ ഹാൻഡ് വാഷിൻ്റെയും ഈ ഡിറ്റർജൻറ്റ് ലിക്വിഡൊക്കെ സ്മെല്ല് നമുക്ക് നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും. നല്ല സ്മെല്ലും ഉണ്ടാകും കൗണ്ടർ ടോപ്പൊക്കെ. ഇതിപ്പോൾ സൊല്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തു മാറ്റണം. ഭക്ഷണമെല്ലാം തയ്യാറായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെച്ച ശേഷമാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഓരോ സാധനങ്ങളായിട്ട് ഇവിടെ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് കിച്ചൺ കൗണ്ടർ ടോപ്പ് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഡെയിലി നമ്മളൊന്ന് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ഇപ്പോൾ മഴക്കാലമെല്ലാം ആയതുകൊണ്ട് തണുപ്പായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ സൈഡെല്ലാം ഒന്ന് പൂപ്പൽ പോലെ ഒന്ന് പിടിച്ചിട്ടും ഉണ്ടാവും. എൻ്റെ കിച്ചണിലൊക്കെ ഒന്ന് പൂപ്പൽ പോലെ പിടിച്ചിട്ടുണ്ട്. ഗ്ലാസിൻ്റെ മുകളിലെല്ലാം ചെറുതായിട്ടൊരു പൂപ്പൽ വരുന്ന പോലെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. സ്റ്റാൻഡൊക്കെ എടുത്തപ്പോൾ തന്നെ കാണാൻ പറ്റും അതിൻ്റെ താഴെയെല്ലാം ഒരു പൂപ്പൽ പോലെ. അപ്പോൾ ഡെയിലി നമ്മൾ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഗ്യാസ് സ്റ്റവ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു തുണി ഉപയോഗിച്ച് തുടച്ച ശേഷം പിന്നെ ഞാൻ ടിഷ്യൂ വെച്ചിട്ടാണ് തുടക്കുന്നത്. സ്റ്റവിൻ്റെ താഴ്ഭാഗമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റവിൻ്റെ താഴ്ഭാഗം എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനടിയിലൊന്നും വലിയ അഴുക്കൊന്നും കാര്യമായിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കൊന്ന് കൗണ്ടർ ടോപ്പും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വാൾ ടൈലും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ഇടയിൽ കൂടെ ആ വാൾ ടൈലും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത ശേഷം ഒരു വൈപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നത്. പിന്നെ എല്ലാ ഭാഗത്തും നന്നായി ക്ലീൻ ചെയ്തെടുത്ത് എല്ലാവിടെയും നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഡെയിലി കിച്ചൺ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും ഇതേപോലെ ഇടഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ അഴുക്കും പൊടികളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്ത ശേഷം ഇനി വേറൊരു സൊല്യൂഷൻ വെച്ചിട്ടാണ് വീണ്ടും ഇതിന് മുകളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണികളെല്ലാം ഈച്ച പ്രാണിയൊന്നും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ കിച്ചണിലോ വരാതിരിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷനും കൂടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാമ്പു ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ ഒരു സൊല്യൂഷനാണിത്. ഞാനിവിടെ ഇനി കൗണ്ടർ ടോപ്പിന് മുകളിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി തുടച്ചെടുത്ത ശേഷം വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഓരോന്നായി എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ മുകളിലുള്ള ഗ്ലാസും ആ ഭരണികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി അതിലെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സൊല്യൂഷൻ വെച്ച് തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത ശേഷം നല്ലൊരു തുണി വെച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം. കിച്ചണിലെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അതിന് മുകളിലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്.